ഒരു മാസം മുഴുവൻ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് വിട്ടുപിരിഞ്ഞ സക്കീർ ഹുസൈൻജിയുടെ കൂടെ അമേരിക്കയിൽ ഒരു മാസത്തിൽ മൊത്തം 19 സ്ഥലങ്ങളിൽ പരിപാടി. കാലിഫോർണിയയിൽ തുടങ്ങിയിട്ട് ന്യൂയോർക്ക് വരെ, ഓരോ ചിക്കാഗോയിലും ഒരുപാട് സ്ഥലത്ത് പരിപാടി, 19 സ്ഥലത്ത് പ്രോഗ്രാം. ആ പരിപാടിയുടെ വിഷയം സാധാരണ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ ഈ ശനി ഞായർ അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ പരിപാടി പതിവുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഇങ്ങനെ താമസം. സക്കീർ ഹുസൈൻജിയുടെ കൂടെ പോയപ്പോൾ ആഴ്ച ഒരു വിഷയമേ അല്ല. ഈ 19 സ്ഥലത്ത് അത് വെള്ളിയാഴ്ച ഉണ്ടാവും, ചൊവ്വാഴ്ച ഉണ്ടാവും, തിങ്കളാഴ്ച ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ എല്ലാം സുഖസുന്ദരമായ യാത്രയായിരുന്നു. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന ഒരു ബസ്സിലാണ്. ഞാനും എൻ്റെ മക്കളും ഒരു ശിഷ്യനായിട്ടുള്ള ആനന്ദും, ഞങ്ങൾ 4 പേരാണ് പോയത് സക്കീർ ഹുസൈൻജിയുടെ കൂടെ. കൃത്യമായിട്ട് 19 സ്ഥലത്ത് സഞ്ചാരം. ഈ സഞ്ചാരത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ വിമാനയാത്ര ഉണ്ടായിരുന്നുള്ളൂ. അതൊരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നി. ബാക്കിയെല്ലാം ഒരു ബസ്. ആ ബസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബസ്സാണ്. മുന്നിലൊരു കോൺഫറൻസ് ഹാള്, നടുവിൽ 10-15 പേർക്ക് കിടക്കാനുള്ള ബെഡ്, പിന്നെ ഇതേമാതിരി ഒരു ഹോള്. പരമസുന്ദരമായിട്ടുള്ളൊരു ബസ് സഞ്ചാരം യാത്ര. 1 മണിക്കൂറും 20 മിനിറ്റും മാത്രമേ പരിപാടിയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇൻ്റർവെല്ലില്ല. അങ്ങനെ അമേരിക്കയിൽ ഒരുപാട് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ മൊത്തമായിട്ട് സാമ്പത്തികമായിട്ടും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടായൊരു പരിപാടിയായിരുന്നു സക്കീർ ഹുസൈൻജിയുടെ കൂടെ. അതിൽ പഠിച്ചൊരു പാഠം, അദ്ദേഹമാണെങ്കിൽ ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് സ്വയം ചെയ്ത് കാണിക്കുന്ന ഒരാൾ. ഈ യാത്രയിലൊക്കെ ആണെന്ന് ഒരു ഹോട്ടലിൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെട്ടിയും തബലപ്പെട്ടി അദ്ദേഹം തന്നെയാണ് എടുക്കുന്നത്. നമ്മുടെ നാട്ടിലെമാതിരി ഒരുപാട് ശിഷ്യന്മാരൊന്നും കൂടെ ആരുമില്ല. അതെടുക്കുന്നു, ശരി, നാളെ രാവിലെ താഴെ ഹോട്ടലിൽ കാണും. എല്ലാവർക്കും കൃത്യമായ റൂം, കാര്യങ്ങൾ, ഭക്ഷണം, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്കാണെന്ന് വെച്ചാൽ ഒരുവിധം ഈ മുൻ യാത്ര പരിചയങ്ങളുണ്ട്. എല്ലാ സ്ഥലത്തും സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മാതിരിയുള്ള ഊണ് കിട്ടിയിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ സക്കീർ ഹുസൈൻജി ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ, യു ഹാവ് സോ മെനി ഫ്രണ്ട്സ് ഇൻ എനിവെയർ ഇൻ US. എവറി ഡേ യു വിൽ ഗെറ്റ് ടിപ്പിക്കൽ കേരള ഫുഡ്. ഞാൻ പറഞ്ഞു, ജി, ഇഫ് യു വാണ്ട് ജോയിൻ വിത്ത് മീ പ്ലീസ് ജോയിൻ ഫ്രം ടുമോറോ വി ക്യാൻ ഡു ദാറ്റ്. ഐ ആം റെഡി ടു ജോയിൻ. അങ്ങനെ പിറ്റേന്ന് മുതൽ, അതായത് ഓരോ സ്ഥലത്ത് ഇന്ന് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ എനിക്ക് അടുത്ത സ്ഥലത്ത് ഫ്രണ്ട് ഇല്ലെങ്കിലും ഈ തന്ന ആൾക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരോട് വിളിച്ചേൽപ്പിക്കും. അപ്പോൾ സക്കീർ ഹുസൈൻജിക്കും കൂടി ഒരു ഊണ് കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അവർ കൊണ്ടുവരുന്നത്, നമ്മൾ പറയും സാധാരണ ചോറും ഒരു തൈരുമൊക്കെ മതി പറഞ്ഞാലും അവർ വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു തന്നിരുന്നത്. അങ്ങനെ ഒരു വലിയൊരു സന്തോഷകരമായ ഒരു യാത്ര എല്ലാം കൊണ്ടും അതും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ബ്രസീലിലുണ്ടായിരുന്നു ഒരു 10 ദിവസം. ഒരു വലിയൊരു ഫെസ്റ്റിവലിന് പോയതാണ്. ഞങ്ങൾ 10-12 പേരുണ്ട്. അപ്പോൾ അവിടെ ഇതെല്ലാം കഴിഞ്ഞ് ഓരോ ദിവസവും അവനവൻ്റെ അവസാനത്തെ ദിവസം ഇതെല്ലാം കൂടി യോജിച്ചിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ബ്രസീലിലെ ഡയറക്ടർ ബാൻഡാഡിഡാന്ന അവരുടെ സംഘടനയുടെ പേര്, അവർ വന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ എണ്ണം ഞങ്ങളെ പഠിപ്പിച്ചോളൂ. ഞാൻ പറഞ്ഞു, ബെറ്റർ യു ഷോ വാട്ട് ആർ യു ഗോയിങ് ടു ഡു, ഐ വിൽ സ്റ്റഡി യുവർ. അത് വേണ്ട, നമ്മുടെ ആദ്യത്തെ എണ്ണം പറഞ്ഞു കൊടുത്തത് അത് അവർക്കൊരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളെ കുട്ടികൾ പറഞ്ഞു ഇങ്ങോട്ട് പഠിക്കാൻ. അപ്പോൾ അവർ ചിലത് ഇങ്ങോട്ട്, ഇത് കൃത്യമായിട്ട് നമ്മൾ ഒരു ആദ്യത്തെ വാക്കിൽ നിന്ന് നമ്മൾ പഠിച്ചെടുത്തു. സത്യത്തിൽ അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ തീമലയും അവരുടെ ഉപകരണവും ചണ്ടി എല്ലാം ചേർന്നിട്ടുള്ളൊരു പരിപാടി. അങ്ങനെ ഒരു വലിയൊരു അനുഭവം. അത് ബ്രസീലിലായിരുന്നു. ഞാൻ പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാ സ്ഥലത്തും, പ്രത്യേകിച്ച് വിദേശങ്ങളിലുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും രാവിലെ
വൈകുന്നേരമാണ് പരിപാടിയെങ്കിലും രാവിലെ 1 മണിക്കൂർ സമയം ഇതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ്സുകളും കൂടി കൊടുത്തിട്ടാണ് പല സ്ഥലത്തും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് തക്കിട്ട, എന്താണ് തരികിട, അങ്ങനെ ചില വായ്ത്താരികൾ ഇന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്ലാസ് രാവിലെ തന്നെ കൊടുക്കും. പിന്നെ അവർ ടിക്കറ്റ് എടുത്തിട്ട് വരുന്നവർ അവരെ കണ്ട് നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം എനിക്ക് തോന്നുന്നത്, ഇത്തരം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തിനാണോ ഇതെടുത്തത്, അത് ഈ രാവിലത്തെ ക്ലാസ്സിനും വൈകുന്നേരം പരിപാടി കേൾക്കാനും ഇതിന് രണ്ടിനും അവർ വന്നിരിക്കും എന്ന് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. സാധാരണ ഇത്തരം യൂറോപ്പിലായാലും ശരി അമേരിക്കയിലും അത്തരം സ്ഥലങ്ങളിൽ പോയാൽ കൂടുതൽ മലയാളികൾ ധാരാളമുണ്ട്. അതിന് പുറമെ ആ നാട്ടുകാരും വരുന്ന വിഷയം ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ താളത്തിന് ഭാഷ വേണ്ട. നമുക്ക് അവരുമായിട്ട് ചോദിക്കാം, ആ കൊട്ട് കേട്ടാൽ നമ്മളൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും താളം എന്നുള്ളത് അത് യൂണിവേഴ്സലാണ്, അത് നമ്പറാണ്. താളം എന്നുള്ളത് അക്കങ്ങളാണ്. ഞാൻ പറയാറ് സാധാരണ നമ്മൾ അക്കങ്ങൾ 9 വരെ പഠിക്കേണ്ടതെന്നാണ് ഞാൻ പറയാറ്. അപ്പോൾ നമ്മൾ 10ഉം പഠിക്കുക. അപ്പോഴാണ് ഞാൻ ചോദിക്കാറുണ്ട് പലരോട്, ആ 10 എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? അത് 10 ആദ്യത്തെ. ഞാൻ പറഞ്ഞു അതാണ് 9 കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമുക്ക് ഉണ്ടാക്കാം എത്ര വേണമെങ്കിലും. 9ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 10 കിട്ടും, 11 വാങ്ങിച്ചാൽ 2. ഇതൊക്കെ ആദ്യം ഉണ്ടാക്കി വെച്ച സാധനം, അതെടുത്ത് ഇത് യോജിപ്പിക്കേ ഉള്ളൂ. അപ്പോൾ ഈ പല പേരുകളിലാണ് പറയാമെങ്കിലും നമ്മുടെ നാട്ടിൽ 8 അക്ഷരമുള്ളൊരു താളത്തിന് ചെമ്പട എന്ന് പറയും. കർണാടക ഭാഷയിൽ ആദി താളെന്ന് പറയും, ചൗരസ്വരാദി ത്രിപുട താളെന്ന് പറയും. ഇതേ ഒരേ താള. എന്തായാലും അക്ഷരം 8 വരുള്ളൂ. ഇംഗ്ലീഷ് പോയാൽ ഒരു 8 ബീറ്റ്സ് പറയുന്ന അല്ലാണ്ട് 80 ബീറ്റ്സ് ഒരു താളത്തിൻ്റെ വിഷയമാണ്. 80 ബീറ്റ്സ് പറഞ്ഞാൽ കേരളത്തിലുള്ളൊരു വാദ്യകലാകാരന് അവൻ്റെ 10 അക്ഷരമാണ് ഒരു ചെമ്പ താളത്തിന്. 10, 8, 80 എന്ന് പറഞ്ഞാൽ 10 ചെമ്പ താളമുണ്ട്. ഇത് പെട്ടെന്നാണ് മനസ്സിലാവണം നമുക്ക്. അത് മനസ്സിലാക്കാൻ പറ്റിയാൽ മറ്റ് ഭാഷകളൊന്നും അറിയില്ലെങ്കിലും നമുക്ക് ആ നാട്ടിലുള്ള ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുള്ള കലാകാരനായാലും ഹക്കിം ലോധിയൊക്കെ ആയിട്ട് ഒരുപാട് പരിപാടികൾ നമ്മൾ നടത്തുന്നുണ്ട്. ഇതൊന്നും ഭാഷ കൊണ്ടല്ല, കൊട്ടുകൊണ്ട് നമ്മളൊന്നായി മാറാൻ സാധിക്കുന്നില്ല. അത് ലോകം മുഴുവൻ ഒന്നാണ്. ആ എണ്ണം എവിടെയാലും തെറ്റുന്നില്ലല്ലോ. വൈകുന്നേരത്തെ പരിപാടികൾക്ക് രാവിലെ 1 മണിക്കൂർ എന്താണ് ഇന്ന് വൈകുന്നേരം ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ചുള്ള ഒരു പാഠം, ഒരു വർക്ക്ഷോപ്പ്. അത് ഈ ടിക്കറ്റ് എടുത്തവരിൽ ഇപ്പോൾ 100 പേരാണ് എടുത്താൽ ഈ 100 പേരും ഈ രാവിലത്തെ ഈ വർക്ക്ഷോപ്പിലും കൂടി പങ്കെടുക്കുന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് അവിടെ കാശ് ചിലവാക്കിയിട്ട് അത് കമ്മിറ്റി നേരാകാൻ ഇല്ലെങ്കിൽ നടത്തിപ്പുകാർ നേരാകാൻ വേണ്ടി മാത്രമല്ല, ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലത്തെ ക്ലാസ്സിനും കൂടി അവർ വരും. അപ്പോൾ അവരുമായിട്ട് ഈ വൈകുന്നേരം പരിപാടി അവതരിപ്പിക്കുന്ന കലാകാരന്മാർ രാവിലെ മുതൽ തന്നെ ഈ വൈകുന്നേരം വരാൻ പോകുന്ന ഓഡിയൻസായിട്ട് ബന്ധപ്പെടുകയാണ്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് മുഴുവനൊന്നും അല്ലെങ്കിലും ഏകദേശം ഒരു ആസ്വദിക്കാനുള്ളൊരു രൂപം ഇല്ല ഒരു അവസരം രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വൈകുന്നേരം അവർ ഒന്നുകൂടി വെറുതെ വന്ന് കാണില്ല, കണ്ട് ഇത് രാവിലെ പറഞ്ഞതിലൊന്നും ഇതാണ്. ഇത്തരം ആസ്വാദനങ്ങൾ ആണ് അവിടെയുള്ള പല പരിപാടികൾക്കും ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ. കേരളത്തിലുള്ള ഒരു കലാകാരൻ എന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ കൂടുതൽ നടത്തുന്ന വിഷയമാണ് തായമ്പക. കേരളത്തിലുള്ള കലാകാരന്മാർ നടത്തുന്ന തായമ്പകയുണ്ട്, ചെണ്ടമേളമുണ്ട്, അതിനു പുറമെ പഞ്ചവാദ്യമുണ്ട്, പരുഷവാദ്യം, അങ്ങനെ ഒരുപാട് വാദ്യത്തിൽ തന്നെ നിരവധി വിഭാഗങ്ങളായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ തായമ്പക എന്ന് പറഞ്ഞാൽ തായമ്പക ആദ്യം തുടങ്ങുന്ന 8 അക്ഷരമുള്ളൊരു താളം, അതിൻ്റെ പേര് പതികാലം എന്ന് പറയും. അങ്ങനെ പതികാലം കൂറുകൾ കൊട്ടുക, ഇടവട്ടം 1, 2 കാലങ്ങൾ, ഇടനില, ഇരികിട. ഇതാണ് തായമ്പയുടെ രൂപം. ചെമ്പടവട്ടം എന്ന് പറഞ്ഞാൽ 8 അക്ഷരമുള്ള കാലത്തിൽ വളരെ സാവധാനത്തിൽ തുടങ്ങി ഏകദേശം ഒരു കൂർത്ത രീതിയിൽ എങ്ങനെയാണോ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെയോ പള്ളിയുടെ ആ മുകളിലെത്തുമ്പോഴേക്ക് ആ രൂപം ഇങ്ങനെ കൂർത്ത് വന്നു, അതിൻ്റെ ഇടയിൽ പടികളൊന്നുമില്ല. അങ്ങനെ നിർമ്മിച്ചൊരു വിഷയമാണ് തായമ്പുക. ഇത് മെല്ലെ തുടങ്ങി അത് കുറേശ്ശെ കാലം കയറി വന്നു, അതായത് കാലം എന്ന് പറഞ്ഞാൽ സ്പീഡ്.
ആദ്യം ഒരു 10 കിലോമീറ്റർ വേഗതയിലാച്ചാൽ അത് കലാശിക്കുമ്പോഴേക്ക് ഒരു 150 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു വാഹനം കണക്കാക്കി അതുമാതിരി സഞ്ചരിക്കുന്നൊരു വിഷയമാണ് തായമ്പുക. ഇത് മറ്റ് മേളത്തിലായാലും പഞ്ചവാദ്യത്തിലായാലും ഇതിൻ്റെ ഘടനയുടെ രൂപം ഇതേ മട്ടാണ്. ചെറിയ കാലങ്ങൾ തുടങ്ങി വലിയ സ്പീഡിലെത്തിയിട്ട് അവിടെ പിന്നെ അങ്ങോട്ട് സഞ്ചരിക്കാൻ സ്ഥലവുമില്ല. അവിടെ കൊണ്ട് ആ മൂർധന്യ ദശയിലെത്തിയിട്ട് നിർത്താനുള്ളതാണ് വിഷയം. തായമ്പകയിൽ പങ്കെടുക്കുന്നത് ചെണ്ട, കൊട്ടുന്ന ചെണ്ട, പിന്നെ താളം പിടിക്കാൻ ചെണ്ടയുടെ വലന്തല എന്നാണ് പറയുക. ആ വലന്തല ഭാഗം പിടിക്കുന്ന 4 ചെണ്ട, മുൻപിലുള്ള 3 ചെണ്ട, പിന്നെ ഏലത്താളും. ഈ ചെണ്ട മൊത്തത്തിൽ പറയാച്ചാൽ ചെണ്ടയും ഏലത്താളവും മാത്രമേ തായമ്പുക രംഗത്ത് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ചെണ്ടയുടെ ഇടന്തലയും വലന്തലയും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചെണ്ട, ഏലത്താളം ഇതാണ് തായമ്പുകയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ. ഇനി ചെണ്ട മേളത്തിലാണെങ്കിൽ ഈ തായമ്പുകയിൽ ചുരുങ്ങിയത് 3, 2, 5, 2, 7 ആളുകൾ ഒരു സിംഗിൾ തായമ്പുക. ഒരാൾ മെയിനായിട്ട് കൊട്ടും, ബാക്കി എല്ലാവർക്കും അയാൾക്കുള്ള സപ്പോർട്ടായിട്ടുള്ള താളം പിടിച്ചു കൊടുക്കണം. അതാണ് തായമ്പുകയുടെ ഘടന. അത് സിംഗിൾ തായമ്പുക. ഇപ്പം അത് 2 പേര് ചേർന്നിട്ടായിരുന്നു, 3 പേര് ചേർന്നിട്ടുണ്ടായി, 5 പേര് ചേർന്നു. അപ്പോൾ അതിനനുസരിച്ച് ബാക്കി എണ്ണങ്ങളും കൂടും. 5 പേര് മുന്നിൽ മെയിൻ ആർട്ടിസ്റ്റായിട്ടാണ്. അപ്പോൾ ബാക്കി എല്ലാവരും 5 പേര് പിന്നിൽ വേണം, 5 പേര് താളം വേണം. അതൊരു 10, 15, 20 പേരുള്ള ടീമായി മാറും. മിനിമം വേണ്ടത് ആദ്യം മുന്നിൽ മെയിനായിട്ടൊരു ചെണ്ട കൊട്ടുന്നു, 2 ഇടന്തല, 3 പിന്നിൽ 2 വലന്തല, 2 ഏലത്താളും. അപ്പം 3, 2, 5, 2, 7 പേരുണ്ടായാൽ സാധാരണ രീതിയിലൊരു തായമ്പകയ്ക്കുള്ള കലാകാരന്മാർ മതി. നേരെ മറിച്ച് മേളമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ മേളം ചുരുങ്ങിയത് ഒരു 2 വിഭാഗമുണ്ട് അവിടെ. തിരുവമ്പാടി, പാറമേക്കാവ് എന്നുണ്ട്. കേരളത്തിൽ 2 വിഭാഗമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ തിരുവമ്പാടി വിഭാഗം എടുത്തു കഴിഞ്ഞാൽ മൊത്തം ആ മേളത്തിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ ഒരു 250 പേരെങ്കിലും ഉണ്ടാവും. ഇതേമാതിരി തന്നെ ഇതോ അതിൽ കൂടുതലോ കലാകാരന്മാർ പാറമേക്കാവിലും ഉണ്ടാവും. അത് 15 ചെണ്ട മുന്നിൽ കൊട്ടുകയും അതുമാതിരി 10, 100 പിന്നിൽ ഇടന്തല, അതുമാതിരി താളം. അതിന് പുറമെ പങ്കെടുക്കുന്ന ഉപകരണങ്ങളാണ് കുറുങ്കുഴൽ എന്ന് പറഞ്ഞിട്ടൊരു വാദ്യമുണ്ട്. കൊമ്പ് എന്നൊരു വാദ്യരൂപമുണ്ട്. മേളത്തിന് ഈ കുറുങ്കുഴലും വേണം, കൊമ്പും വേണം, ചെണ്ടയും ഏലത്താളവും വേണം. കുറുങ്കുഴൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സംഗീതം വായിക്കാൻ പറ്റുന്നത്. അതായത് ഏകദേശം ബിസ്മില്ലാ ഖാൻ്റെ ഷെഹനായി എങ്ങനെയായിരുന്നോ അതുമാതിരിയുള്ളൊരു വാദ്യ ഉപകരണമാണ് കുറുങ്കുഴൽ. ഈ മേളത്തിൽ ഈ കുറുങ്കുഴൽ കൃത്യമായിട്ട് പങ്കെടുക്കും. അപ്പോൾ കുഴൽ, കൊമ്പ്, ചെണ്ട, കൊട്ടുന്ന ചെണ്ട, വലന്തല ചെണ്ട, താളം 3, 2, 5 വിഭാഗങ്ങളാണ് ഒരു മേളത്തിൽ പങ്കെടുക്കുന്നത്. പിന്നെ മേളത്തിൽ താളത്തിനെക്കുറിച്ച് പറഞ്ഞാൽ ചെമ്പട താളം, പഞ്ചാരി താളം, പാണ്ടിമേളത്തിനുള്ള അടന്ത താളം, ത്രിപുട താളം, ഇതൊക്കെ താളത്തിൻ്റെ വിഷയമായിട്ട് അതുണ്ട്. അത് ഒരുപാട് അതിൻ്റേതായ ഒരു ക്ലാസ്സാണ് വേണ്ടത്. അപ്പം ഈ മേളത്തിന് പങ്കെടുക്കുന്ന ഇതാണ്. നേരെ മറിച്ച് പഞ്ചവാദ്യത്തിൽ ഇല്ലാത്ത ഒരു ഉപകരണമാണ് ചെണ്ട. പഞ്ചവാദ്യത്തിന് മെയിനായിട്ട് തിമല, കുഴലില്ല, കൊമ്പ്, മദ്ദളം, ഏലത്താളം, എടക്ക, ഇതാണ് പഞ്ചവാദ്യത്തിൻ്റെ ഉപകരണങ്ങൾ. അപ്പോൾ കേരളത്തിൽ തന്നെ ഇത്തരം പ്രത്യേകതയുള്ള ഉപകരണങ്ങൾ, കാര്യം ഇതെല്ലാം ക്ഷേത്രത്തിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാലും ഇപ്പോഴ് ധാരാളമായിട്ട് ഒരു കാലത്ത് ഇതൊരു പ്രത്യേക സമുദായത്തിന് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയല്ലോ. ഇപ്പോൾ എല്ലാറ്റിനും അതീതമായിട്ട് മനുഷ്യനാണ് ഇത് ആവശ്യമുണ്ടെങ്കിൽ അവനെ പഠിപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് അധ്യാപകർ ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളൊരു സത്യമാണ്. അതായത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. എന്നെ സംബന്ധിച്ച് തൃശ്ശൂർ പൂരം മൊത്തം 36 വർഷം കൊട്ടിയ ഒരാളാണ് ഞാൻ.
30 വർഷം ആദ്യമൊക്കെ പഞ്ചവാദ്യത്തിന് ഇടയ്ക്കും മേളത്തിന് ചെണ്ടയുണ്ടായിരുന്നു, ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് ഗുരുനാഥൻ പോയതിന് ശേഷം യഥാർത്ഥത്തിൽ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതിയിരുന്നതാണ്. കാരണം ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ. അപ്പോൾ ആ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പിറ്റേത്തെ കൊല്ലം അവിടുന്ന് അന്വേഷണം വന്നു, എന്താണ് വരാത്തത് പൂരത്തിന്. അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞത്, ഒന്ന് എൻ്റെ ഗുരുനാഥനെ അല്ലാണ്ട് എനിക്ക് അവിടെ വേറെ ആരുമായിട്ട് യാതൊരു ബന്ധങ്ങളുമില്ല. കാണും, നമസ്കാരം എന്ന് പറയുന്നതല്ലാണ്ട് മറ്റൊരു ബന്ധത്തിന് ഞാൻ ഇതുവരെ മുതിർന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങോട്ട് വന്നില്ല. അത് പോരാ, എന്തായാലും വരണം. അപ്പോഴേ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രണ്ടും കൂടി ഇനി എനിക്ക് കൊണ്ടു കിടക്കാൻ പറ്റില്ല. പഞ്ചവാദ്യത്തിന് ഇടയ്ക്കും മേളത്തിന് ചെണ്ടയും. അപ്പോൾ ഏതാണ് താല്പര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നത്തെ ഒരു അവസ്ഥയിൽ മേളത്തിന് പങ്കെടുക്കാം. ഞാൻ ചെണ്ടയാണല്ലോ കൊട്ടി നടക്കുന്നത്, അപ്പോൾ മേളത്തിന് പങ്കെടുക്കാം എന്നതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അടുത്ത പ്രാവശ്യം വരണം. അപ്പോൾ അത് അവിടുന്ന് പിരിയുന്ന ഇതിനു മുമ്പേ ഗുരുനാഥൻ അവിടെ ഉള്ള കാലത്ത് മുന്നിൽ 15 ചെണ്ട കൊട്ടുക. ഞാനൊരു 12ാമനൊക്കെ ആയിരുന്നു ആ കാലത്ത്. അപ്പോൾ ഇവർ രണ്ടാമത് അവിടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞ കാലത്ത് ഈ 12ാമനായിട്ട് അവിടെ നിൽക്കേണ്ട ഒരാളല്ല. ഞാനൊരു സ്വയം ബോധം എനിക്കുണ്ടായി. ഞാൻ പറഞ്ഞു, ഈ അറ്റത്ത് പോയി നിൽക്കാൻ വിഷമമുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോഴവിടെ പ്രമാണക്കാരെന്നാണ് പറയാം, മെയിൻ ലീഡറെ പ്രമാണക്കാരെന്നാണ് പറയുക. അപ്പോൾ അന്ന് കൊട്ടുന്നത് അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അദ്ദേഹം ഞാൻ എവിടെയാണ് നിൽക്കേണ്ടത് പറഞ്ഞാൽ, അത് 15ാമനായാലും അദ്ദേഹം പറഞ്ഞാൽ ഞാൻ നിന്നോളാൻ പറഞ്ഞു. ഓ, അത് ചെയ്യാം പറഞ്ഞു. അങ്ങനെയാണ് രണ്ടാമത്തെ ഒരു കൊല്ലം അവിടെ നിന്ന് വിട്ടുനിന്ന് പിന്നീട് പ്രവേശിക്കുമ്പോൾ ഈ 12ാമൻ്റെ സ്ഥാനം മാറിയിട്ട് എനിക്ക് 4ാമനായിട്ട് ചാൻസും കിട്ടി. അതങ്ങനെ മാറി മാറി പിന്നെ 2ാമനായി. ഒരുപാട് ഗുരുനാഥന്മാരുടെ കീഴിലാണ്, അവർക്ക് സപ്പോർട്ടായിട്ടാണ് ഞാൻ കൊട്ടിയത് 30 വർഷം. അത് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിക്ക് എല്ലാവരും മാറി, പ്രായമായിട്ട് ചിലവർ സ്വയം വിരമിച്ചു. അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു, അടുത്ത വർഷം മുതൽ മട്ടന്നൂരിൻ്റെ പ്രമാണത്തിലാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അത് വേണ്ട, ഞാനങ്ങനെ ഇവിടെ ഒരു പ്രമാണക്കാരനാവാൻ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്ന ആൾ ഇപ്പം തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി. അതായത് എന്നെ സംബന്ധിച്ച് ഞാൻ അതൊന്നും അല്ലാണ്ട് തന്നെ ലോകം എന്നെ ഏറ്റെടുക്കുന്നുള്ളൊരു ധൈര്യം എനിക്ക് അപ്പോഴേക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ആഗ്രഹിക്കുന്നവരുണ്ട്, അവർക്ക് അത് പോരാ, ഇനി വേറൊരു കാര്യം ചെയ്യാനില്ല, ഇവിടുത്തെ പ്രമാണം ഇനി മട്ടന്നൂരാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഇതിൽ മാറ്റേണ്ടവരുണ്ട്. കാരണം ഇതൊരു റിലേ ഉണ്ടല്ലോ, ഓട്ടം, ആ മറ്റൊരു സംഭവമാണ്. കാരണം ഈ ബാറ്റൺ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓടി അടുത്ത ആൾക്ക് കീഴിൽ നിൽക്കുന്ന കൊടുത്ത് അങ്ങനെ അവസാനത്തെ ആൾ ഓടിയിട്ട് അത് തേക്കണമെങ്കിൽ നമുക്ക് പറ്റിയ ടീം അംഗങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് കുറച്ച് ആൾക്കാർ ഇവിടുന്ന് മാറ്റേണ്ടി വരും. എന്താണോ വേണ്ടത് അത് പറയേ വേണ്ടൂ, അത് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണ് ആ ചുമതല ഞാൻ ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്ത് 4 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വേറെ ചില ആൾക്കാർ അതിൽ നിർത്തണം. ഞാൻ പറഞ്ഞത് എന്നെ സംബന്ധിച്ച് അത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നവരെ നിരവധി എല്ലാവരും ഞാൻ കൊണ്ടുവന്നവരെ മാറ്റാം, ഞാനും ഒഴിവാക്കി തരാം. അല്ലാതെ അതിൻ്റെ ഇടയിൽ നിൽക്കൽ അതൊന്നും ഞാൻ അനുവദിക്കില്ല. കാരണം കാര്യം ഇതാണ്, നിങ്ങൾക്ക് തൃശ്ശൂർ പൂരം മേളം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മാത്രമേ ഓർമ്മയുള്ളൂ. എന്നെ സംബന്ധിച്ച് ഇത് ലോകം മുഴുവൻ കാണുന്നൊരു വിഷയമാണ്. അത് വളരെ ഭംഗിയായി നടത്തണമെന്ന് മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിചാരിക്കുന്ന ഒരാളാണ്, ചെയ്യാൻ മോഹിക്കുന്ന ഒരാൾ, ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് വേറെ ആൾക്കാരെ അതിൻ്റെ ഇടയിൽ നിർത്താൻ, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരാളല്ലാണ്ട് മറ്റാൾക്കാരെ അതിൻ്റെ ഇടയിൽ ഈ ടീമിൽ ചേർക്കണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുന്ന വിഷയമല്ല. അത് പറയാൻ്റെ. അപ്പോൾ 4ാമത്തെ കൊല്ലം കഴിഞ്ഞ് 5ാമത്തെ കൊല്ലം അവർ പറഞ്ഞു, എന്തായാലും ഒന്നിച്ച്. ഞാൻ പറഞ്ഞു, എനിക്കൊറ്റ മറുപടിയേ ഉള്ളൂ, അത് കഴിഞ്ഞ കൊല്ലം പറഞ്ഞിട്ടുണ്ട്, അതല്ലാണ്ട് വേറൊന്നുമില്ല, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ 6ാമത്തെ കൊല്ലം അവർ പറഞ്ഞു, നിർബന്ധമാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നോ 4 കൊല്ലം മുമ്പേ ഞാനിത് പറഞ്ഞതാണ്, ഇപ്പോഴും അതുതന്നെ പറയാനുള്ളൂ. അങ്ങനെ 6 കൊല്ലം കഴിഞ്ഞ് 7ാമത്തെ കൊല്ലം അവർ പറഞ്ഞു, അത് മാറിയേ പറ്റും. ഞാൻ പറഞ്ഞു, നിരുപാധികവും ഞാൻ സ്വയം മാറിത്തരാം. അങ്ങനെ ഞാൻ കൊണ്ടുപോയ ടീം അംഗങ്ങളും എല്ലാവരും സ്വയം മാറിപ്പോരുകയാണ് ചെയ്തത്. ഇത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു അനുഭവമാണ്. പിന്നെ അതിനെക്കുറിച്ച് മാനസികമായിട്ട് വിഷമമുണ്ടോ പല ആൾക്കാരും ചോദിക്കാറുണ്ട്. പിന്നെ
അന്നൊക്കെ ചെറിയ വിഷമം ഇല്ല എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ അത്രയും ഉത്തരവാദിത്തോടെ കൃത്യമായിട്ടും സത്യസന്ധമായും അടിവരയിട്ട് ജനങ്ങൾക്ക് വിശ്വസിക്കാം നടത്തിയിരുന്ന ഒരാളാണ് ഞാൻ. കണ്ണൂർ ജില്ലയിൽ ജനിച്ച ഞാൻ തൃശ്ശൂർ വന്നിട്ട് 36 കൊല്ലം, കൊല്ലത്തിൽ 1 ദിവസം 2 ദിവസം തേക്കിൻകാട് മൈതാനി നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തൊരു ചുമതല ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് തന്നെ. അത് ആ ഗുരുനാഥൻ്റെ മനസ്സൊന്നും പിന്നീട് ഒരാൾക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെയൊക്കെ ആ ഒരു വിശ്വാസം, തൃശ്ശൂർ പൂരം ഇതെൻ്റെ വാദ്യമാണ്, ഇത് എൻ്റെ ലോകമാണെന്ന് കൊണ്ടു നടക്കുന്ന ഗുരുനാഥൻ, അതൊക്കെ കണ്ടിട്ടാണ് നമ്മളൊക്കെ വളർന്നത്. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്സ് അത് പുതിയ ആൾക്കാർക്ക് ആർക്കും ഉണ്ടായിന്ന് വരില്ല. കാരണം അവർക്ക് ആ അനുഭവമില്ല. അതുകൊണ്ട് എന്തായാലും മാറി. അപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ആദ്യം മനസ്സിലുണ്ടെങ്കിലും സത്യത്തിന് വേണ്ടിയിട്ട് അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഉറച്ചൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഇപ്പോഴും സുഖമായിട്ട് കിടക്കും. അതിനുശേഷം ഇപ്പോൾ വർഷങ്ങൾ പലതും കഴിഞ്ഞു. പിന്നീട് ഒരു തിരിഞ്ഞു നോട്ടം വേണ്ടി വന്നിട്ടില്ല. അതാണ് ഞാൻ ഒരു പ്രത്യേക ഞാൻ പറഞ്ഞു, തിരനോട്ടേ പാടുള്ളൂ, തിരിഞ്ഞു നോട്ടം പാടില്ല. എനിക്ക് പിന്നീട് തിരിഞ്ഞു നോട്ടം വേണ്ടി വന്നില്ല, അതുവരെ നോക്കിയിട്ടില്ല. അപ്പോൾ അത്തരം ഒരുപാട് ജീവിത അനുഭവങ്ങൾ പൂരം സംബന്ധിച്ചിട്ടുണ്ട്. വീണ്ടും തൃശ്ശൂർ ഏതോ ഒരു പരിപാടിക്ക് ഷാജി സാറ് കാണുകയാണ് എന്നെ. എന്നോട് പറഞ്ഞു, മട്ടന്നൂരൊരു സിനിമയിൽ അഭിനയിക്കണം. ഞാൻ പറഞ്ഞു, അതെന്നോട് പറയരുത് സാർ, കാരണം എനിക്കറിയാത്തൊരു വിഷയമാണത്. ഇല്ല, അതില്ല, ഇങ്ങനെ മോഹൻലാലിൻ്റെ കൂടെയാണ്, എന്നാൽ ഒട്ടും വേണ്ട, കാരണം ഭാരതന്മാരായിട്ടുള്ള എൻ്റെ അങ്ങനൊരു അനുഭവം എനിക്ക് മുൻപ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ തന്നെ ഒഴിവാക്കിയാണ്. അതല്ല, ഒരു ചെണ്ടക്കാരൻ്റെ റോളാണ്. പിന്നെ വാനപ്രസ്ഥം എന്നൊരു പടം കഥകളി ബേസായിട്ടുള്ള പടമാണ്. ആ പടത്തിൽ വേഷക്കാരനായിട്ടുള്ള മോഹൻലാലിൻ്റെ കൂടെ ചെണ്ടക്കാരനായിട്ടുള്ള രാമൻ എന്ന കഥാപാത്രമാണ് വേണ്ടത്.